അന്ന പ്രതിപക്ഷം എന്ന് പറയുന്നത് തെറ്റുകളുടെ പ്രതിപക്ഷമായിരുന്നു. തെറ്റുകളോടാണ് അദ്ദേഹം എപ്പോഴും കലഹിച്ചത്. എവിടെ തെറ്റ് കണ്ടാലും അവിടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. ആ തെറ്റിനെ എതിർത്തു. ആ തെറ്റിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ശരിവെച്ച് അദ്ദേഹം പോരാടി. ആ പോരാട്ടത്തിൽ കേരള ജനത ആര് നിന്നില്ലെങ്കിലും സ്വന്തം പാർട്ടി പോലും പലപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തെ വിശ്വസിച്ച പാവപ്പെട്ട ജനത അദ്ദേഹത്തിനൊപ്പം നിന്നു. ആ സാധാരണക്കാരാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണീർ കൊണ്ട് യാത്രാമൊഴി നൽകുന്നത്. തൊണ്ടയിടറി കണ്ണേ കരളെ VSA എന്ന് വിളിച്ച് യാത്ര പറയുന്നത് ആ സാധാരണക്കാരാണ്. അവർക്കിടയിലേക്ക്, ആലപ്പുഴയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാർക്കിടയിലേക്ക് VS മടങ്ങിയെത്തുകയാണ്. ഇത്തവണ ആ അഭിവാദ്യങ്ങളെ, ആ മുദ്രാവാക്യങ്ങളെ തിരിച്ചദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രം. പക്ഷേ VS ഇതെല്ലാം അറിയുന്നുണ്ടാവും. ഒരു പക്ഷേ എത്രത്തോളം താൻ ഈ നാടിൻ്റെ പ്രിയപുത്രനായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് ഈ കൂടുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ച് എവിടെ എത്തുമ്പോഴും കൂടുന്ന ആൾക്കൂട്ടം അതിന് തെളിവാണ്. VS ആരായിരുന്നു എന്നതിന് തെളിവാണ്. ഇന്നലെ രാത്രി ഇരുട്ടിനെയും മഴയെയും ഒക്കെ അവഗണിച്ച് വഴിയരികിൽ വന്നു നിന്ന വൃദ്ധരും കൊച്ചു കുഞ്ഞുങ്ങളുമൊക്കെ അതിന് തെളിവാണ്. VSനെ പോലെ VS മാത്രം എന്നുറക്കെ പറയാൻ ഇനി ആർക്കും മടിക്കേണ്ടതില്ല. കാരണം ഈ വന്ന ആൾക്കൂട്ടം അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. എന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി, അധകൃതരായ മനുഷ്യർക്ക് വേണ്ടി, ആലംബഹീനർക്ക് വേണ്ടി VS നിലകൊണ്ടു. അവർക്ക് വേണ്ടി അദ്ദേഹം സഞ്ചരിക്കാത്ത വഴികളില്ല. ആ സഞ്ചാരമൊക്കെ അദ്ദേഹം തുടങ്ങി വെച്ചത് ഈ ആലപ്പുഴയിലെ മണ്ണിൽ നിന്നായിരുന്നു. ഇവിടെ സാധാരണക്കാരായ കയർപിരി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തോളം നീണ്ടു. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായും ഒക്കെ അദ്ദേഹം ഭരണ സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഭരണമില്ലാത്തപ്പോഴും VS ഉണ്ട് എന്നൊരൊറ്റ ധൈര്യം മതിയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. പോരാടുന്ന മനുഷ്യന്മാർക്ക് അദ്ദേഹം എന്നും പ്രചോദനമായി. VSനെ പോലെ ഒരാൾ കൂടെയുണ്ട്. VS ഓരോ കാര്യങ്ങളും പഠിക്കാൻ കാണിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഊർജത്തെപ്പറ്റി, ഒരു വിഷയം എങ്ങനെയാണ് VS ഏറ്റെടുത്തിരുന്നത് എന്നതിനൊക്കെ പറ്റി ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് കണ്ടു. അത് ഏറ്റവും ജൂനിയറായ ഒരു മാധ്യമപ്രവർത്തകനിൽ നിന്നാണെങ്കിൽ പോലും VSന് അറിയാത്തൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ എന്നും VS ആർജവും കാണിച്ചു. അങ്ങനെ പഠിച്ച് തനിക്ക് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും VS ധൈര്യം കാണിച്ചു. നിയമത്തെ അദ്ദേഹം എപ്പോഴും അതിനായി കൂട്ടുപിടിച്ചു. അങ്ങനെ വലിയ വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തി. എത്ര നിയമ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തുന്ന എത്ര വലിയ നിയമ പോരാട്ടങ്ങൾ VS നടത്തി. അതെല്ലാം അനീതിക്കെതിരെയായിരുന്നു, അധാർമികതയ്ക്കെതിരെയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് നടത്തുമെന്ന് ഉറക്കെ പറയാൻ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പേടിച്ച് ഒളിച്ച മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. അതാണ് ഈ നാടിന് VS നൽകിയ ഏറ്റവും വലിയ സംഭാവന. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പരിസ്ഥിതി സമരങ്ങൾ മുതൽ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ വരെ എല്ലാ ജനകീയ പ്രസ്ഥാനങ്ങളുമായും അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തി. അങ്ങനെ ആ പോരാട്ടം നടത്തുന്ന മനുഷ്യന്മാരുടെ ഒക്കെ അരികിലേക്ക് VS എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ പോരാട്ട വീര്യം VS ആർജിച്ചത് ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ്. ആ മണ്ണിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയെത്തുന്നത്. ആലപ്പുഴ പട്ടണത്തിലേക്ക് VSനെയും വഹിച്ചുള്ള വാഹനം എത്തുകയാണ്. VSനെ സംസ്കരിക്കുന്ന ആ മണ്ണിനുമുണ്ട് പ്രത്യേകത. അത് പുന്നപ്ര വയലാറിൻ്റെ രക്തസാക്ഷികളെ അടക്കിയ വലിയ ചുടുകാടാണ്. പുന്നപ്ര വയലാർ സമരം VSനെ സംബന്ധിച്ച് എന്നും ഉണങ്ങാത്തൊരു മുറിവായിരുന്നു. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണങ്ങാത്ത മുറിവായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു VS. TG സജിത്ത് വണ്ടാനത്ത് നിന്ന്, സജിത്ത് അതൊക്കെ വണ്ടാനം പുന്നപ്ര എന്നൊക്കെ പറയുന്നത് ഈ VSനെ സംബന്ധിച്ച് VSൻ്റെ കാൽപാദം പതിയാത്ത ഒരു മൺതരി പോലും ഉണ്ടാവില്ല ആ ഭാഗത്തൊക്കെ. അങ്ങോട്ടേക്കാണ് VSനെയും വഹിച്ചെത്തുന്നത്. വണ്ടാനത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു ആൾക്കൂട്ടത്തിന് കൂടിയാണ്.
വിലാപയാത്ര ആലപ്പുഴയുടെ നഗരമേഖലയിലേക്ക് കടക്കുകയാണ്. വണ്ടാനത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു വിലാപയാത്ര. ഇനി VS-ന്റെ വിപ്ലവ ഭൂമി അതിന്റെ ആലപ്പുഴയുടെ നഗരമേഖലകളിലൂടെ വിലാപയാത്ര കടന്നു പോവുകയാണ്. ഏറ്റവും വേഗത്തിൽ വിലാപയാത്ര ഇനി പോവുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കാരണം പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നിരവധി ആളുകൾ ഇങ്ങനെ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽപ്പുണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ടിയും സ്ലോ ചെയ്യുന്നില്ല, പകരം വേഗത്തിൽ പോവുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം. അങ്ങനെ ആളുകളുടെ ജനത്തിരക്കിനിടയിലൂടെ ഈ വിലാപയാത്ര ആലപ്പുഴയുടെ മണ്ണിൽ പ്രവേശിച്ചിപ്പോൾ നഗരമേഖലയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ VS-ന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഈ യാത്ര എത്തിച്ചേരാൻ ഇനി ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര എത്രയോ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ഇതാ ഇവിടെ ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആലപ്പുഴയുടെ നഗരമേഖലകളിലൂടെ കടന്ന് വേലിക്കകത്ത് വീട്ടിലേക്കാണ് ആദ്യം ഈ മൃതദേഹം എത്തിക്കുക. അവിടെ പൊതുദർശനം, പിന്നീട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും. അതിനുശേഷം റിട്രീറ്റ് സെന്ററില് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പൊതു ദർശനവും അവിടെ നടക്കും. ഈ തരത്തിലാണ് ക്രമീകരണം. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും അത് മാറും, ആ സമയക്രമം മാറുമെന്ന് ഉറപ്പാണ്. കാരണം ആലപ്പുഴയുടെ പൊതുദർശന വേദിയിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുമെന്ന് ഉറപ്പാണ്. കാരണം അത്ര വലിയ ആൾക്കൂട്ടമാണ് അനുഭവപ്പെടുന്നത്. ആ പൊതുദർശന ചടങ്ങുകൾ വലിയ രീതിയിൽ ജനത്തിരക്കായി മാറും. പക്ഷേ ഒരു സമയക്രമത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അത്രയധികം ആളുകളുടെ പങ്കാളിത്തമാണ് ഉണ്ടാവുന്നത്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS മടങ്ങിയെത്തുന്നു. VS മടങ്ങിയെത്തുകയാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക്, വിപ്ലവ ഭൂമിയിലേക്ക്. വൈകിട്ട് വലിയ ചുടുകാട്ടിൽ VS സംസ്കരിക്കപ്പെടുമ്പോൾ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണിലേക്ക് VS അലിഞ്ഞു ചേരുകയാണ്. ആ വിപ്ലവ മണ്ണിൽ നിന്നും രൂപം കൊണ്ട VS ആ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പുന്നപ്ര വയലാർ സമര രക്തസാക്ഷികളുടെ ഭൗതികദേഹം അടക്കം ചെയ്ത മണ്ണിലേക്ക് തന്നെ VS-ഉം മടങ്ങുന്നു. അങ്ങനെ വിപ്ലവ ഭൂമിയിൽ ഈ രണധീരന് മറ്റൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവുന്നു എന്ന പ്രത്യേകത. അങ്ങനെ ആലപ്പുഴയുടെ നഗരമേഖലകളിലൂടെ ഈ വിലാപയാത്ര കടന്നു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വേലിക്കകത്ത് വീട്ടിലേക്ക് വിലാപയാത്ര എത്തിച്ച് പാവപ്പെട്ട മനുഷ്യന്മാർ, സാധാരണക്കാരായ ആളുകൾ എത്ര പേരാണ് ആ വാഹനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതെന്ന് നോക്കൂ. വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ള VS-നെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരൊക്കെ ആ കുട്ടികൾ ഒരുപക്ഷെ അവരുടെ രക്ഷിതാക്കൾ പോലും, ഇന്നത്തെ ചെറുപ്പക്കാരായ രക്ഷിതാക്കൾ പോലും VS-നെ വേദികളിൽ കണ്ടതൊക്കെ ചുരുക്കമായിരുന്നു. കഴിഞ്ഞൊരു 6-7 വർഷമായി VS അത്ര കണ്ടൊന്നും സജീവമായിരുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലൊരു VS ഉണ്ട്. ഒരു കാവലാളായി, ഈ നാടിന് മുഴുവൻ കാവലാളായി നിന്നൊരു VS ഉണ്ട്. ആ രക്ഷിതാവായി നിന്നൊരു VS ഉണ്ട്. ആ VS-നെ കാണാനാണ് ഈ കുട്ടികളടക്കം അവിടെ എത്തുന്നത്. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് VS-നെ കുറിച്ച് അറിയാമോ എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ VS-നെ അറിയാം. അവർക്ക് VS-നെ അറിയാവുന്നത് ഈ നാടിൻ്റെ കാവലാളായി നിന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഈ നാടിനെ അനീതികളിൽ നിന്നും അധർമ്മത്തിൽ നിന്നും അതിനോടൊക്കെ പൊരുതി നിന്ന ഒരു വിപ്ലവകാരി എന്ന സമര നേതാവ് എന്നൊക്കെ നിലയിൽ അവർക്കെല്ലാം VS-നെ അറിയാം. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും കാലം സജീവമായിട്ടൊന്നും ഇല്ലാതിരുന്ന VS-നെ ആളുകളൊക്കെ പതുക്കെ മറന്നു തുടങ്ങി കാണുമോ എന്നൊരു സംശയമൊക്കെ ചിലർ ഉന്നയിക്കുന്നത് കേട്ടിരുന്നു. പക്ഷേ ഒന്നുമില്ല. VS ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമേറിയ ഒരു അധ്യായമായി തന്നെ ഉണ്ടാവുമെന്നത് ഉറപ്പാണ്. അതൊരു